ലണ്ടൻ നഗരഹൃദയത്തിൽ ഹാരി പോട്ടർ തീം ഗിഫ്റ്റ് കട വ്യാജമായി നടത്തിയതിന് മലയാളി ദമ്പതികൾ നിയമക്കുരുക്കിൽ. വെറും 4 വർഷം മുൻപ് UK-യിൽ എത്തിയ ദമ്പതികളായ സഫൂറയും ഭർത്താവ് ഷെഫീഖ് പള്ളിവളപ്പിലുമാണ് ഇപ്പോൾ നിയമത്തിനു മുന്നിൽ നോട്ടപ്പുള്ളികളായി മാറിയിരിക്കുന്നത്. ലണ്ടന്റെ ഹൃദയഭൂമിയിൽ വിനോദസഞ്ചാരികളുടെ ടൂറിസ്റ്റ് മാപ്പിൽ ഇടം പിടിക്കും വിധമാണ് ഇവർ നടത്തിയ 4 ഗിഫ്റ്റ് കടകളും ഉണ്ടായിരുന്നത്. ഇവർ സ്വന്തമായി നടത്തിയ ബിസിനസ് ആണോ അതോ ബിനാമി ഏർപ്പാടിൽ ചെയ്ത ബിസിനസ് ആണോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തുവരാനുള്ള വിവരങ്ങളാണ്. 4 കടകൾ നഗരത്തിന്റെ കണ്ണായ സ്ഥലങ്ങളിൽ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ സ്വന്തമാക്കാനായതാണ് ഇവരുടെ കച്ചവടം ബിനാമി ഏർപ്പാടിന്റെ ഭാഗമായതാണോ എന്ന സംശയം ഉയരാൻ കാരണം. അടുത്തിടെ തുടർച്ചയായി ചിത്രീകരണത്തിന് എത്തിയ മലയാള സിനിമയുടെ പേരിലും ലണ്ടനിൽ ബിനാമി പണമിടപാട് നടന്നതായി ആരോപണം ഉയർന്നിരുന്നു. പേരിന് പോലും കഥയുടെ ജീവാംശം ഇല്ലാതെ എത്തിയ സിനിമകളാണ് ഈ ആരോപണത്തിന് കാരണമായത്. ദമ്പതികളായ സഫൂറയും ഷെഫീഖും UK ജീവിതം വേരുപിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ബിസിനസ്സിന് ഇറങ്ങിയത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇവരുടെ കടയിൽ എത്തിയ ഹാരി പോട്ടർ ഫാനായ ഒരു വ്യക്തി സ്വതന്ത്ര മാധ്യമമായ ലണ്ടൻ സെൻട്രിക് എന്ന ഓൺലൈൻ പോർട്ടലിന് നൽകിയ വിവരമാണ് വ്യാജ ബിസിനസ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തെത്തിച്ചിരിക്കുന്നത്. പണം ഞങ്ങൾ തരും. മറ്റു മാധ്യമങ്ങൾക്ക് ലഭിക്കാത്ത വിവരങ്ങൾ ശേഖരിച്ച് ദീർഘകാലം അത്തരം വിവരങ്ങളുടെ പുറകെ സഞ്ചരിച്ച് കൃത്യമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നതാണ് മുൻ ഗാർഡിയൻ എഡിറ്റർ കൂടിയായ ജിം വാട്ടേഴ്സിൻ്റെ മാധ്യമപ്രവർത്തന രീതി. ഇപ്പോൾ മലയാളി ദമ്പതികൾ കേരളത്തിൽ നിന്നും എത്തിയവരാണെന്ന് അടിവരയിട്ട് പറയുന്ന ജിം വാട്ടേഴ്സിൻ്റെ പേര് വെച്ചെഴുതിയ റിപ്പോർട്ട് UK-യിലെ മലയാളി സമൂഹത്തിന് നാണക്കേടിൻ്റെ മറ്റൊരു അധ്യായം സമ്മാനിച്ചിരിക്കുകയാണ്. നികുതി വെട്ടിപ്പിൽ മാത്രം 4 കോടി രൂപയ്ക്ക് തുല്യമായ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്ന് ലണ്ടൻ സെൻട്രിക് റിപ്പോർട്ട് ചെയ്യുന്നു. സിറ്റി ഓഫ് ലണ്ടൻ കൗൺസിലിന് ലക്ഷക്കണക്കിന് പൗണ്ടിൻ്റെ നികുതി നഷ്ടം ആണ് ഇവരുടെ വ്യാജ കച്ചവടം വഴി ഉണ്ടായത് എന്നാണ് ലണ്ടൻ സെൻട്രിക്കിൻ്റെ പ്രധാന ആരോപണം. 1 മാസം മുൻപ് തൻ്റെ വായനക്കാരിൽ ഒരാളായ സ്റ്റെഫാനോ സ്കലിയോൺ നൽകിയ വിവരമാണ് ഇപ്പോൾ മലയാളി ദമ്പതികളുടെ കച്ചവടക്കള്ളി പുറത്തു കൊണ്ടുവരാൻ കാരണം ആയതെന്ന് എഡിറ്റർ ജിം വാട്ടേഴ്സൺ തന്നെ പറയുന്നു. ലണ്ടന്റെ പല ഭാഗത്തായി സഫൂറയും ഷെഫീഖും നടത്തിയതുപോലെ 8 വ്യാജ കടകളാണ് ലണ്ടൻ സെൻട്രിക് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ 4 മലയാളി ദമ്പതികളുടേത് ആണെന്നതാണ് രസകരം. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.